ഞാൻ ഈ അടുത്ത സമയത്ത് എൻ്റെ വാട്സപ്പിൽ ഒരു ദൈവദാസന്റെ പ്രാർത്ഥന കിട്ടി. അത് ഇംഗ്ലീഷിലാണ്. വളരെ മനോഹരമായ ഒരു പ്രാർത്ഥന. അത് ഞാനൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. പ്രിയ കർത്താവേ, ജീവിതത്തിന്റെ പരീക്ഷണങ്ങളാലും പരീക്ഷകളാലും തകർന്നും മുറുങ്ങിയും അയഞ്ഞും പോയ എൻ്റെ ഹൃദയത്തിന്റെ തന്ത്രികളെ നന്നാക്കണമേ. എൻ്റെ കർത്താവും രക്ഷകനുമായ അങ്ങേക്ക് സന്തോഷവും മഹത്വവും നൽകുന്ന മധുരമായ ഈണങ്ങൾ വായിക്കുവാൻ എൻ്റെ ഹൃദയത്തെ സ്തുതിയുടെ ഉപകരണങ്ങളാക്കി വിശുദ്ധീകരിക്കണമേ. എത്ര അർത്ഥവത്തായ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. റിപ്പയർ മൈ സ്പിരിച്വൽ സ്ട്രെങ്സ്. എന്റെ ആത്മീയ തന്ത്രികളെ നന്നാക്കണമേ എന്ന് ഹൃദയം നിറഞ്ഞതായിരിക്കുന്നതായ ഒരു പ്രാർത്ഥന. അത് എൻ്റെ ഹൃദയത്തെ ചലിപ്പിച്ചു. അപ്പൊ ഞാൻ ഈ വിഷയം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കത് കിട്ടിയത്. എനിക്ക് തോന്നുന്നു അത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പ്രത്യേകമായിരിക്കുന്ന ക്രമീകരണമാണ്. വി നീഡ് എ സ്പിരിച്വൽ റിപ്പയർ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനോട് ഏറ്റവും അടുത്ത കാലഘട്ടത്തിൽ ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ചതായ ഒരു പറ്റം വിശ്വാസികളാണ് പ്രിയമുള്ളവരെ നാം. അതുകൊണ്ട് വളരെ തിടുക്കത്തോടുകൂടിയും നിർബന്ധമായി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എവിടെങ്കിലും തകരാറ് പറ്റിയിട്ടുണ്ടെങ്കിൽ റിപ്പയർ ചെയ്യുവാനായിട്ട്, പുതുക്കുവാനായിട്ട്, നന്നാക്കുവാനായിട്ട് നാം ശ്രമിക്കണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. എവിടെയാണ് തകർച്ച സംഭവിച്ചത് എന്ന് നാം ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ കണ്ടുപിടിച്ച് അറ്റകുറ്റം തീർത്ത് ഒരു പുതുക്കത്തിന്റെ അനുഭവത്തിൽ കർത്താവിന് മഹത്വം കരയേറ്റുന്ന ജീവിതം നയിക്കുവാൻ തമ്പുരാനെ എന്നെ നന്നാക്കണമെന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതായിരിക്കട്ടെ ഈ ബൈബിൾ ക്ലാസ് പരമ്പരയോട് 32 ദിവസം നീണ്ടു നിൽക്കുന്നതായ ഈ ബൈബിൾ ക്ലാസ് പരമ്പരയോട് സാധിക്കേണ്ടത്. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, അതിനായി നമുക്ക് സമർപ്പിക്കാം. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന തീം നമ്മളെല്ലാവരും ഓർത്തതുപോലെ റിപ്പയർ ദ ബ്രോക്കൺ സ്പിരിച്വൽ ഡോർസ്. തകർന്നു പോയതായ ആത്മീയ വാതിലുകളെ നന്നാക്കുക എന്നുള്ളതാണ് എൻ്റെ തീം. അത് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ പ്രാരംഭമായി ഒരു വാക്യം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുക. വേദപുസ്തകമുള്ളവരെല്ലാവരും തുറന്നു വെക്കണമേ. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. അനന്തരം ഞാൻ അവരോട്, യെരൂശലേം ശൂന്യമായും അതിലെ വാതിലുകൾ തീ കൊണ്ട് വെന്ത് കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവീൻ, നാം ഇനിയും നിന്ദാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിന്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. വരുവീൻ, നാം ഇനി നിന്ദാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിന്റെ മതിലുകളും വാതിലുകളും പണിയുക. ആത്മീയമായി തകർച്ച ബാധിച്ച ദൈവജനത്തെ ഉണർത്തി ഉദ്ധരിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു ആത്മായ നേതാവാണ് നെഹമ്യാ. നമുക്കറിയാം, ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് 70 വർഷത്തെ ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നത് 3 ഘട്ടങ്ങളായിട്ട്. ആദ്യമായി സെരുബാബലിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആൾക്കാർ വന്നു. രണ്ടാമതായി എസ്രായുടെ നേതൃത്വത്തിൽ വേറൊരു ഗ്രൂപ്പ് വന്നു. മൂന്നാമതായി അവസാനമായി നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ വന്നു. ഇതൊക്കെയും ചരിത്ര പശ്ചാത്തലമാണ്. അത് ഞാൻ വിവരിച്ച് കളയുന്നതിന് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കുന്ന കാര്യം. നാം ഓർക്കണം, നെഹമ്യാവിന്റെ ചരിത്രത്തോടു കൂടി ഇസ്രായേൽ യഹൂദായുടെ ചരിത്രം വേദപുസ്തകത്തിൽ അവസാനിപ്പിക്കുക. എസ്തേറിന്റെ പുസ്തകം പിന്നീട് എഴുതിയെങ്കിലും എസ്തേറിന്റെ പുസ്തകം എഴുതിയത് അതിന് മുമ്പാണ്, പേർഷ്യൻ ഭരണകാലത്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. നെഹമ്യാവാണ് യഹൂദാ ജനത്തെ ആത്മീയമായി ഉണർത്തുവാനും അവിടെ ആരാധനാലയത്തെയും അതിന് ചുറ്റുമുള്ളായിരിക്കുന്നതായ മതിലുകളെയും പുതുക്കി പണിയുവാനായിട്ട് നേതൃത്വം കൊടുത്തു. വലിയ പ്രതിസന്ധി കൂടിയും എതിർപ്പിൽ കൂടിയും പരിഹാസത്തിൽ കൂടിയുമാണ് നെഹമ്യാവ് ആ ജോലി ചെയ്തത് എന്നുള്ളത് നമ്മൾ ആ പുസ്തകം വായിക്കുമ്പോൾ, ഈ ദിവസങ്ങളിൽ ആ പുസ്തകം ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. എന്താണ് നെഹമ്യാവിന്റെ ജോലി? അതിന്റെ 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു എന്ന് പറയുന്നു. യെരൂശലേമിൽ നിന്ന്
1000 മൈൽ ദൂരെയുള്ള ശൂശൻ രാജധാനിയിൽ അർത്ഥകശിഷ്ട രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു നെഹമ്യ. പാനപാത്രവാഹകൻ എന്ന് പറയുമ്പോൾ വെള്ളം കൊണ്ട് കൊടുക്കുന്ന ആള് എന്നുള്ളതായ ചിന്തയിൽ നമ്മൾ മുന്നോട്ട് തള്ളിക്കളയരുത്. വളരെ ഉത്തരവാദിത്തമുള്ളതായ ഒരു വലിയ ജോലിയാണ് പാനപാത്രവാഹകൻ എന്നുള്ളത്. രാജാവിന്റെ ഭക്ഷണപാനീയങ്ങളിൽ വിഷാംശം കലർന്നിട്ടില്ല എന്നും അത് രാജാവിന് രുചിപ്രദമാണെന്നും ഉറപ്പുവരുത്തി മേശയെങ്കിൽ സുസ്മേരവാദനായി ശുശ്രൂഷിക്കേണ്ട ഒരു ജോലിയാണ് നെഹമ്യാവിന്റെ ജോലി. ഒരു ചിന്ത പറഞ്ഞത്, രാജാവിന്റെ രാജ്ഞി കഴിഞ്ഞാൽ പിന്നെ രാജാവിനെ ഏറ്റവും അധികം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് പാനപാത്രവാഹകൻ. അപ്പൊ രാജകൊട്ടാരത്തിൽ രാജാവിനോടൊപ്പം താമസിക്കുന്നു എന്നുള്ള കാരണത്താൽ നല്ല സ്ഥാനമുണ്ട്, മാനമുണ്ട്. രാജകൊട്ടാരത്തിൽ വസിക്കുന്നു എന്നുള്ള കാരണത്താൽ നല്ല സുരക്ഷിതത്വമുണ്ട്. രാജാവിന്റെ ഖജനാവിൽ നിന്ന് ശമ്പളം പറ്റുന്നു എന്നുള്ള കാരണത്താൽ സാമ്പത്തികമായ നല്ല ഭദ്രതയുണ്ട്. ഇങ്ങനെയുള്ളതായിരിക്കുന്ന നെഹമ്യാവ് ഒരിക്കൽ 1000 മൈൽ ദൂരെയുള്ളതായിരിക്കുന്നതായ തന്റെ സ്വന്തം നാട്ടിൽ നിന്ന് അവിടെ വന്നതായിരിക്കുന്നതായ സന്ദർശകരോട് സ്വന്തം ജനത്തിന്റെ ആത്മീയ കാര്യങ്ങളെ പറ്റി ആരാഞ്ഞു. അതൊരു വലിയ കാര്യമാണ്. നമ്മൾ ദൈവമക്കൾ പരസ്പരം കാണുമ്പോൾ നിന്റെ കാർ ഇപ്പൊ എങ്ങനെയുണ്ട്, അത്ര മൈലേജ് കിട്ടും, ഇതൊക്കെ ചോദിച്ച് സമയം കളയാതെ അവരുടെ ആത്മീയ ജീവിതത്തെ അതിനെപ്പറ്റി നമ്മൾ ആയിരിക്കണം നമ്മുടെ ചർച്ചാ വിഷയം പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അവരിൽ നിന്ന് കേട്ടതായിരിക്കുന്നതായ വാർത്ത നെഹമ്യാവ് എന്ന് പറയുന്നതായ ആത്മായ നേതാവിന്റെ ഹൃദയത്തെ വളരെയധികം വേദനിപ്പിച്ചു. എന്താണ് വാർത്ത? യെരുശലേമിന്റെ മതിൽ തകർന്നും അതിന്റെ വാതിലുകൾ ഇടിഞ്ഞും കിടക്കും. 1000 മൈൽ ദൂരെയുള്ളതായിരിക്കുന്ന യെരുശലേമിന്റെ മതിലും തകർന്നും വാതിലിൽ തീവന്തും കിടക്കുമ്പോൾ ഇത്ര സുരക്ഷിതമായി കഴിയുന്നതായിരിക്കുന്ന നെഹമ്യാവ് എന്തിനാ വേദനിക്കുന്നത്? അവിടെ എഴുതിക്കുന്നത് നെഹമ്യാവ് വളരെയധികം ദുഃഖിച്ചു എന്നാ എഴുതിക്കുന്നത്. എന്തിനാ നെഹമ്യാവ് ദുഃഖിക്കുന്നത്? എന്താ കാരണം അറിയാമോ? യഹൂദന്റെ ഭക്തിയുടെ കേന്ദ്രമാണ് യെരുശലേം. അപ്പൊ ഭക്തിയുടെ കേന്ദ്ര മാർഗത്തിൽ ഇടിവ് സംഭവിച്ചിരിക്കുന്നു, തകർച്ച സംഭവിച്ചിരിക്കുന്നു. അതറിഞ്ഞതായിരിക്കുന്ന നെഹമ്യാവിന് വലിയ ആത്മഭാരമുണ്ടായി. ഇന്നേ കേൾക്കുന്ന ദൈവമക്കളെ, ആത്മഭാരമുള്ളതായ ഒരാത്മീയ നേതാവിന് മാത്രമേ തന്റെ ജനത്തെ ഉണർത്തുവാനും ചലിപ്പിക്കുവാനും ആത്മീയ ചരിത്രം സൃഷ്ടിക്കുവാനായിട്ടും സാധിക്കുകയുള്ളൂ. ഇന്നൊരുപാട് നേതാക്കന്മാരുണ്ട്, പക്ഷെ ആത്മഭാരം എത്ര പേർക്കുണ്ട്? ആത്മാക്കൾ രക്ഷിക്കപ്പെടണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അവർ വിശുദ്ധിയിൽ വളരണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എന്താണ് ആത്മഭാരം? ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ള അവബോധം പ്ലസ് അധികം എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തത സമം ആത്മഭാരം. ഇപ്പോഴത്തെ അവസ്ഥയെ കൂടെ പോയാൽ മതിയെന്ന് ചിന്തിക്കുന്നവൻ ആത്മഭാരം ഉണ്ടാകില്ല. പിതാക്കന്മാരുടെ കാലത്ത്, നമ്മുടെ ആത്മീയ പ്രാരംഭകാലത്ത് എങ്ങനെ നമ്മൾ ആത്മീയമായി വളർന്നു, സന്തോഷിച്ചു, സാക്ഷിച്ചു എന്നുള്ളതായ ആ ചിന്തയുള്ളതായ ദൈവജനം, അതേ അനുഭവത്തിൽ ഈ തലമുറ, ഞാൻ ഉൾപ്പെടെ, നമ്മൾ ഉൾപ്പെടെ വരണമെന്നുള്ളതായിരിക്കുന്നതായ ചിന്തയുള്ളവർക്ക് മാത്രമേ ആത്മഭാരമുള്ളൂ. നമ്മൾ ഓർക്കും, ഭാരതത്തിലെ 600,000 ഗ്രാമങ്ങളിൽ വലങ്കൈ ഇടങ്കൈ തിരിച്ചറിയാൻ കഴിയാതെ നിത്യനാശത്തിലേക്ക് ഒഴുകുന്നതായ ജനലക്ഷങ്ങളെ കണ്ടുകൊണ്ട് ആത്മഭാരം പൂണ്ടതായിരിക്കുന്നതായ ഒരു VP മത്തായി സാറിന്റെ ഹൃദയത്തിൽ ഉണ്ടായതായിരിക്കുന്നതായ ഭാരമാണ് ഈരിയം ഓഫ് ഇന്ത്യ എന്നുള്ളതായ പ്രസ്ഥാനത്തിന്റെ ആരംഭം കുറിക്കുവാനാണ് സാധിക്കുന്നത്. ചുരുങ്ങിയ നാളുകൊണ്ട് എത്രയോ ഗ്രാമങ്ങളിൽ കർത്താവിന്റെ സാക്ഷിയായി തീരുവാനായിട്ട് അദ്ദേഹത്തെ ആ ശുശ്രൂഷയെ കൂടെ, അദ്ദേഹത്തെ ആ പ്രവർത്തനത്തിൽ കൂടെ, ആ ആത്മീയമായിരിക്കുന്ന പ്രസ്ഥാനത്തിൽ കൂടെ സാധിച്ചു. പ്രിയമുള്ളവരെ, ഈ ഒരു ആത്മഭാരം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. രാജാവിന്റെ പ്രത്യേകമായിരിക്കുന്ന അനുമതി നമുക്കറിയാം. BC 444
ഒരു പ്രത്യേകമായിരിക്കുന്ന സാഹചര്യത്തിൽ നെഹമ്യാവിന് യെരൂശലേം ഉദ്ധരിക്കുവാനുള്ളതായിരിക്കുന്നതായ അനുമതിയും കൽപ്പനയും ലഭിച്ചു. അങ്ങനെ ലഭിച്ചതായിരിക്കുന്നതായ നെഹമ്യാവ് യെരൂശലേമിൽ തന്ന് തന്റെ ജനത്തിന് നൽകിയതായ ശക്തമായ ആഹ്വാനമാണ് നാം വായിച്ചതായിരിക്കുന്ന നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ഇത് കേട്ടതായിരിക്കുന്ന വ്യക്തികളുടെ ഉള്ളിൽ തീപ്പൊരി ഉണ്ടായി. അവർ ഉണർന്നു, അവര് ഒന്നിച്ചു ഏക മനസ്സോടുകൂടി മതിലും വാതിലും പണിയുവാനായിട്ട് തയ്യാറായി. ഇത് രണ്ട് വലിയ ചിന്തകളാണ്. ഒന്ന്, മതില് പണിയുക. അത് ഞാൻ ഒരിക്കൽ നമ്മുടെ മീറ്റിങ്ങിൽ ഒരിക്കൽ പറഞ്ഞതാ. മതില് പണിയണം, ആത്മീയമായിരിക്കണം, മതില് പണിയണം. അതോടൊപ്പം തന്നെ അതിൽ വാതിലുകൾ പണിയണം. യെരൂശലേം ദൈവാലയത്തിന്റെ ചുറ്റുമുള്ളതായിരിക്കുന്ന മതിലുകൾക്ക് 12 വാതിലുകളുണ്ട്. 12 വാതിലുകൾ. ഈ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ ആ 12 വാതിലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് വാതിൽ? വാതിൽ എന്താണ്? സുരക്ഷിതത്വത്തെ കാണിക്കുകയാണ് വാതിൽ. അകത്ത് കയറ്റാൻ കൊള്ളാത്തതിനെ അകറ്റി നിർത്തുന്നതാണ് വാതിൽ. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അകത്ത് കയറ്റാൻ കൊള്ളാതെ അറപ്പോടുകൂടി അകറ്റി നമ്മുടെ പിതാക്കന്മാർ നിർത്തിയതായിരിക്കുന്ന അനേക ദുശീലങ്ങൾ, അനേക പ്രവണതകൾ ഈ തലമുറയിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാതിലുകൾ എവിടെയോ തകർന്നു കിടക്കുന്നു എന്നുള്ള കാര്യം ഗൗരവമായി നമ്മൾ ഓർക്കണം. മറ്റൊന്ന്, അകത്തുള്ളത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് വാതിൽ. എന്റെയും നിങ്ങളുടെ അപ്പച്ചന്മാർ, വല്യപ്പച്ചന്മാർ വളരെ പരിഭാവനതയോടുകൂടി കാത്തു സൂക്ഷിച്ച് ശീലിച്ചതായ ആത്മീയ മൂല്യങ്ങൾ, ശീലങ്ങൾ, പ്രിയ ദൈവജനമേ, ഈ നാളുകളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വളരെ ഗൗരവമായി നാം അതിനെപ്പറ്റി പുനർചിന്തനം നടത്തി എവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളതായിരിക്കുന്നതായ ആ തിരിച്ചറിവോടുകൂടി അത് പുതുക്കി പണിയുവാൻ ഞാനും നിങ്ങളും തയ്യാറായില്ല എങ്കിൽ കർത്താവിന്റെ മടങ്ങി വരവിൽ നാം ദുഃഖിക്കേണ്ടി വരുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇത് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. നമ്മളത് ലാഘവബുദ്ധിയ എടുത്ത് കളയരുത്. ഈ 12 വാതിലുകളിൽ 10 അവർ നന്നാക്കിയതായ വൃത്താന്തമാണ് ഈ നെഹമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 വാതിലുകൾ നന്നാക്കിയിട്ടില്ല. എന്തുകൊണ്ട് നന്നാക്കിയില്ല? എന്റെ ഒരു ചിന്ത, ആ വാതിലുകൾ ഒരു പക്ഷെങ്കിൽ തകർന്നു പോവുകയോ വെന്തു പോവുകയോ ചെയ്ത് കാണുകയില്ലായിരിക്കാം. ഈ 3-ാം അധ്യായം, നെഹമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തെ വേദപണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത് ദ ചാപ്റ്റർ ഓഫ് റിപ്പയറിംഗ് ആൻഡ് റെസ്റ്റോറിംഗ്, പുതുക്കത്തിന്റെയും യഥാസ്ഥാനത്തിന്റെയും അധ്യായം എന്നാണ്. ദയവായി നിങ്ങൾ വീട്ടിൽ ചെന്ന് ഇത് ആവർത്തിച്ചൊന്ന് വായിക്കണം. വളരെ 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 അർത്ഥസമ്പുഷ്ടമായിരിക്കുന്നതായ ഒരു അധ്യായമാണ്. ഈ വാതിലുകൾ ആരാ നന്നാക്കിയത്? ആരൊക്കെയാ നന്നാക്കിയതെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അവരുടെ സ്ഥാനമോ ജോലിയോ ഉദ്യോഗമൊക്കെ പറയുന്നുണ്ട്. മഹാപുരോഹിതൻ വരെ മുതൽ വലിയ ബിസിനസ്സുകാർ മുതൽ സാധാരണക്കാരായ തട്ടാന്മാരെന്നൊക്കെ പറയില്ലേ, തട്ടാന്മാരാകുന്നതായിരിക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികൾ മുതൽ വളരെ ലളിതമായിരിക്കുന്നതായ ജീവിതം നയിക്കുന്നതായ സാമ്പത്തികമായി തകർന്നതായ ആൾക്കാർ വരെ ഈ വാതിലുകൾ പണിതതായി നമുക്ക് ഈ അധ്യായത്തെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്കൊരു ആത്മീയ പുതുക്കം മെത്രാപ്പോലിത്ത തിരുമേനി മുതൽ സൺഡേ സ്കൂൾ കുട്ടികൾ വരെ ഉള്ളതായിരിക്കുന്ന വലിയവരും ചെറിയവരും നടത്തിയില്ല എങ്കിൽ അയ്യോ, ഭയാനകമായിരിക്കുന്ന ഒരു വിപത്തിലേക്ക് നാം പ്രവേശിക്കേണ്ടി വരുമെന്നുള്ള ഗൗരവമായ കാര്യം ഈ തരുണത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ആരെയും വിമർശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അത് ചെയ്യണമേ, അത് ചെയ്യണമേ, അതിനുവേണ്ടി ആഗ്രഹിക്കണമേ, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ചങ്ക് തകർന്ന് നിങ്ങളോട് അപേക്ഷിക്കുക. അങ്ങനെ പണിതാൽ എന്താണ് അതിന്റെ റിസൾട്ട്? അതിവിടെ രേഖപ്പെടുത്തുക. അതോടെ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. നെഹമ്യാവിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യം. നമ്മൾ വാതിലുകൾ പുതുക്കി പണിതാൽ എന്താണ് അതിന്റെ അനുഭവം? അവർ മഹായാഗങ്ങൾ അർപ്പിച്ചു
സന്തോഷിച്ചു. ദൈവം അവർക്ക് മഹാസന്തോഷം നൽകിയിരുന്നു. ദൈവം അവർക്ക് മഹാസന്തോഷം നൽകി. പിന്നെ സ്ത്രീകളും പൈതങ്ങളും കൂടെ സന്തോഷിച്ചു. സ്ത്രീകളെയും പൈതങ്ങളെയും അകറ്റി നിർത്തി അവഗണിച്ചതായ കാലഘട്ടത്തിലാണ് ഇത് എഴുതുന്നതെന്നോട് ഓർത്തോണം. സ്ത്രീകളും പൈതങ്ങളും കൂടെ സന്തോഷിച്ചു. പിന്നെ അതുകൊണ്ട് യെരൂശലേമിലെ സന്തോഷഘോഷം ബഹുദൂരത്തോളം കേട്ടു. ഇതിനു മുമ്പ് കേട്ടതായ വാർത്ത എന്ത് വരുന്നു? ബഹുദൂരത്തോളം. നമ്മൾ 1000 മൈൽ ദൂരെ വരെ യെരൂശലേമിന്റെ ആത്മീയമായിരിക്കുന്ന തകർച്ചയും അധപ്പതനവും അതാണ് വാർത്തയായി ലോകം മുഴുവനും പരന്നത്. ഇന്ന് കേരളത്തിൽ ക്രൈസ്തവ സഭകളുടെ ആത്മീയ തകർച്ചയും മത്സരവും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ളതായ കിടപെടുത്തവും പരസ്പരമുണ്ടായിരിക്കുന്ന കേസ് പറിക്കലും തല്ലും വഴക്കും ഇതൊക്കെ ലോകം കേട്ടുകൊണ്ടിരിക്കുക. ഇതിനൊരു പരിഹാരം വരണമെങ്കിൽ കുറഞ്ഞപക്ഷം ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ സംബന്ധിക്കുന്നതായിരിക്കുന്നതായ ദൈവവചനമേ, ഞാൻ ആഗ്രഹിക്കണം, നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ ഒന്നിച്ച് ആഗ്രഹിച്ചെങ്കിലേ മതിയാകും. ഈ വാതിലുകൾ ആത്മീയമായിരിക്കുന്നതായ വലിയ അർത്ഥവ്യാപ്തിയുള്ളതായിരിക്കുന്നതായ വാതിലുകളാണ്. നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ അധ്യായം വായിച്ചിട്ട് വാതിലുകളിൽ നിന്ന് കാണുന്നിടത്ത് ഓരോ അടിവരയെണ്ണം ആ 10 വാതിലുകൾ നിങ്ങൾ ദയവായിട്ടൊന്ന് കണ്ടുപിടിക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുക. നമ്മൾ ഈ 4 ദിവസം എനിക്ക് 4 ദിവസത്തെ 4 ദിവസം കൊണ്ട് ഈ വാതിലുകൾ മുഴുവൻ പറയാൻ സാധിക്കുമെന്ന് എനിക്കറിയാമേ. എങ്കിലും ഞാൻ മാക്സിമം ശ്രമിക്കാം. പറഞ്ഞ പറ്റും പ്രധാനപ്പെട്ട വാതിലുകളെങ്കിലും ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം. ഒന്നാമത്തെ വാതിൽ നെഹമ്യാ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അങ്ങനെ മഹാപുരോഹിതനായ എലിയാക്കീബും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാർ എഴുന്നേറ്റ് ആട്ടിൻവാതിൽ പണിതു. അതിന്റെ അടിയിൽ ഒരു അടിവരയിട്ടെ, ആട്ടിൻവാതിൽ, ഷീപ്പ് ഗേറ്റ്. യെരൂശലേമിന്റെ മതിലിന്റെ വടക്കേ മൂലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വാതിലാണ് ആട്ടിൻവാതിൽ. നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിന്റെയോ അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന പേപ്പറിന്റെയോ ആ സൈഡിൽ ഒരു റെക്ടാങ്കിൾ വരയ്ക്കണം. ചില വലിപ്പമുള്ളതായ ഒരു റെക്ടാങ്കിൾ. ആ റെക്ടാങ്കിളിന് ആ ദിശകൾ എഴുതണം: കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. എന്നിട്ട് ഈ വാതിലുകൾ അവിടെ നിന്ന് നോട്ട് ചെയ്യാൻ അവിടെ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ യെരൂശലേമിന്റെ വടക്കേ മൂലയിൽ സ്ഥിതി ചെയ്യുന്നതായ വാതിൽ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത്, യെരൂശലേമിന്റെ വടക്കേ മൂലയിൽ സ്ഥിതി ചെയ്യുന്ന വാതിലാണ് ഏതാ? ആട്ടിൻവാതിൽ. ദൈവാലയത്തിലേക്ക് യാഗത്തിന് കൊണ്ടുവരുന്നതായ ആടുകളെ ഈ വാതിലുകളിലൂടെയാണ് അകത്ത് കൊണ്ടുവരുന്നത്. കേട്ടോണം, ദൈവാലയത്തിൽ പാപപരിഹാര യാഗത്തിന് വേണ്ടി കൊണ്ടുവരുന്നതായ ആടുകളെ ഈ വാതിലിലൂടെയാണ് ദൈവാലയത്തിലേക്ക് അകത്തേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഈ വാതിലിന് ആട്ടിൻ വാതിൽ എന്ന പേരായത്. നാം ഓർക്കണം, 2000 വർഷം മുൻപ് പലസ്തീന്റെ പെരുവഴിയിൽ കൂടി മന്നം നടന്നു നീങ്ങുന്ന നസറേനായ യേശുവിനെ ചൂണ്ടിക്കൊണ്ട് പൗരോഹിത്യ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്ന ഒരു വാചകം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിലുണ്ട്. നിങ്ങൾക്കറിയാം. എന്തോ പറഞ്ഞത്? ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. അപ്പൊ ഈ ദൈവത്തിന്റെ കുഞ്ഞാടാകുന്ന യേശു ക്രിസ്തു എന്റെയും നിങ്ങളുടെയും ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരാർത്ഥം ഭാരമേറിയ മരക്കുരിശുമേന്തിക്കൊണ്ട് ശിരസിൽ മുൾക്കിരീടം ധരിച്ച് ശരീരം മുഴുവനും അടിച്ച് തകർക്കപ്പെട്ട് രക്തം വാർന്നൊലിച്ച് ക്ഷീണിച്ച് തളർന്ന് അവശനായി കാൽവറിയിലേക്ക് മുന്നോട്ട് പോയത് ഈ ആട്ടിൻവാതിൽ വഴിയാണ്. അത് ചെയ്യണം. കർത്താവായ യേശു ക്രിസ്തു എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരാർത്ഥം കാൽവറിയിലേക്ക് നടന്നു നീങ്ങിയത് ഈ ആട്ടിൻവാതിൽ വഴിയാണ്. അതുകൊണ്ട് പുതിയ നിയമത്തിൽ ഈ വാതിലിന് രക്ഷയുടെ വാതിൽ അഥവാ ഡോർ ഓഫ് സാൽവേഷൻ എന്ന് പറയാൻ സാധിക്കും. യേശു ക്രിസ്തു ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ അകത്ത് കടക്കുന്നവൻ രക്ഷപ്പെടും.
ഈ ഭൂമിയിൽ മനുഷ്യന് രക്ഷപ്പെടുവാൻ ഏകവാതിൽ യേശുക്രിസ്തുവാകുന്നതായിരിക്കുന്നതായ ആട്ടിൻ വാതിലാണ്. ഭാവിയായ മനുഷ്യന് അവനമായ വിണ്ണിൽ എത്തിച്ചേരുവാൻ കാൽവരുടെ ഉന്നതിയിൽ തന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തിക്കൊണ്ട് ചരിത്രത്തിന്റെ നിലവിൽ മാനവജാതിക്ക് വേണ്ടി ഒരു പുതിയ വാതിൽ തുറന്നു. അതാണ് രക്ഷയുടെ വാതിൽ. ഹല്ലേലൂയ. എന്നിട്ട് തമ്പുരാൻ ആഹ്വാനം ചെയ്തു, സകല പ്രവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ. കഴിഞ്ഞ 2000 വർഷമായി ഈ ആഹ്വാനം ജനഹൃദയങ്ങളിൽ ശക്തമായി മുടങ്ങിക്കൊണ്ടിരിക്കുക. സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുകയും. പെന്തക്കോസ്ത് നാളിൽ പത്രോസ്ലീഹ ആത്മാ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തന് രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. രക്ഷയുടെ വാതിൽ തകർന്നു കിടക്കുകയാണോ? രക്ഷയുടെ വാതിൽ അവഗണിക്കപ്പെട്ട് കിടക്കുകയാണോ? രക്ഷയുടെ വാതിൽ തീ കൊണ്ട് വെന്ത് കിടക്കുകയാണോ? ശാന്തമായി ചിന്തിച്ചാൽ മീകാ പ്രവാചകൻ പ്രവചനക്കുന്നും എഴുതുന്നുകൊണ്ട് ലോകത്തിലുള്ള സകല ദൈവങ്ങളെയും അവതാരങ്ങളെയും നോക്കിക്കൊണ്ട് ശക്തമായ ഒരു വെല്ലുവിളി നടത്തി മീകാ പ്രവാചകൻ. എന്തുവാ പറഞ്ഞത്? അകൃത്യം ക്ഷമിക്കുകയും തന്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം ക്ഷമിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം വേറെ ആരുള്ളൂ? ഞാനുണ്ട് എന്ന് പറയാൻ ഈ ഭൂമകത്ത് ഒരൊറ്റ ദൈവവുമില്ല. പ്രഭുഞ്ഞുള്ളവരെ നിങ്ങളെ രക്ഷിക്കുവാൻ എന്റെ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. സാറാവുകൾ രണ്ടു കൊണ്ട് മുഖം മൂടി, 2 ചിറക് കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് രാമകൻ ആരാധിക്കപ്പെടുന്ന ആരാധനയോട് നടുവിൽ നിന്ന് എന്റെ രക്ഷകൻ ഒരു മനുഷ്യപൂർണമായി ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്ന് സാധുവായ ഒരു കന്യയുടെ ഗർഭപാത്രത്തിൽ ചുരുങ്ങിക്കൊടുത്ത് ഒരു മനുഷ്യ ശിശുവായി ജനിച്ച് 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ പൂർണ്ണ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നുള്ളതിന് ഏറ്റവും മകുടമായ മാതൃകാ ജീവിതം ജീവിച്ച് കാണിച്ചു തന്ന് ദൈവരാജ്യത്തിലേക്കുള്ള വഴി പറഞ്ഞു തന്ന് അതിനാവശ്യമായിരിക്കുന്ന ചട്ടങ്ങളും പ്രമാണങ്ങളും ഉപദേശിച്ചു തന്ന് അവസാനം മനുഷ്യവർഗത്തിന്റെ എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ ശിക്ഷയായ മരണം സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് മരിക്കുവാനുള്ള അർഹത നേടി. ഹല്ലേലൂയ. ഭാരമേറിയ മരക്കുരിശുമേന്തിക്കൊണ്ട് ശിരസിൽ മുൾക്കിരി എന്നത് അടിച്ച് ശരീരം മുഴുവനും അടിച്ച് തകർക്കപ്പെട്ട് പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവറി വരെ നടന്നും വീണും വലിഞ്ഞും കാൽവറിയിലേക്ക് കരേറിപ്പോയ എന്റെ യേശുവേ, ഹല്ലേലൂയ, എന്റെ രക്ഷകനെ നന്ദി 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 നന്ദി. അവസാനത്തുള്ള രക്തവും ആ കാൽവരുടെ മുന്നറിൽ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. രക്ഷയ്ക്ക് വേണ്ടി താൻ ചെയ്യേണ്ടതല്ല, സ്വർഗം ചെയ്യേണ്ടതല്ല, വിജയകരമായി പൂർത്തീകരിച്ചതിന് ശേഷം തന്റെ പ്രാണനെ പിതാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നതിന് മുന്നമേ എന്റെ രക്ഷകൻ ആ കാൽവരി കടന്നുകൊണ്ട് വിജയത്തോടുകൂടി വിളിച്ചു പറഞ്ഞു, തെറ്റലറ്റായി സകലതും നിവൃത്തിയായി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് സ്വയം രക്ഷപ്പെടുവാൻ കഴിയാഞ്ഞപ്പോൾ, എന്നെ രക്ഷിക്കുവാൻ എന്റെ മതത്തിന് കഴിയാഞ്ഞപ്പോ, എന്നെ രക്ഷിക്കുവാൻ എന്റെ മത നേതാക്കന്മാർ കഴിയാഞ്ഞപ്പോ, ഉഴവും കൃപയുമായ എന്നോട് കരുണ തോന്നി എന്റെ രക്ഷകൻ കാൽവറിയിൽ തന്റെ അവസാനത്തുള്ള രക്തവും ഊറ്റിത്തന്ന് രക്ഷയുടെ വാതിൽ തുറന്നു. അവരിന്നും ആഹ്വാനം ചെയ്യുന്നു, സകല വാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടു.
ഞാൻ ചോദിക്കട്ടെ, ഈ രക്ഷയുടെ അനുഭവത്തിൽ വന്നിട്ടുണ്ടോ? നമ്മളവിടെ വായിക്കുമ്പോൾ ഈ 10 വാതിലുകളുടെ കൂട്ടത്തിൽ ഓടാമ്പലോ അന്താഴവും ഇല്ലാത്ത ഒരൊറ്റ വാതിലേ ഉള്ളൂ. അത് രക്ഷയുടെ വാതിലാണ്. എന്താണ് ഓടാമ്പൽ? എന്താണ് അന്താഴം? ഒരു വാതിൽ അകത്ത് നിന്ന് സുരക്ഷിതമാക്കുന്നതായ ലോക്ക്, അതാണ് ഓടാമ്പൽ, അന്താഴം എന്ന് പറയുന്നത്. അതിന് ഓടാമ്പലോ അന്താഴമില്ല. ഏത് വ്യക്തിക്കും ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കത്തക്കവണ്ണം ഇന്നും അത് തുറന്നു കിടക്കുക. പ്രിയ സുഹൃത്തെ, ആ രക്ഷയുടെ വാതിൽ കൂടെ അങ്ങ് പ്രവേശിച്ചിട്ടുണ്ടോ? 2000 വർഷങ്ങൾക്ക് മുന്നമേ കാൽവരിൽ മരിച്ചതായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പാപ പരിഹാര യാഗം 2024 ഓഗസ്റ്റ് മാസം 5-ാം തീയതി ജീവിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് എങ്ങനെ സങ്കടമായി തീരും? ഇന്നത്തെ യുവജനങ്ങൾ ചോദിക്കുന്നതായ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി വളരെ വ്യക്തമായി വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം നിങ്ങൾക്കറിയാം. വിശ്വസിക്കുന്നവർക്ക് അവൻ നല്ല രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി ഉയർത്തി. 2000 വർഷങ്ങൾക്ക് മുന്നമേ കാൽവറിയിൽ എന്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി ഉയർത്തപ്പെട്ടതായ രക്ഷയുടെ വാതിലാകുന്ന യേശു ക്രിസ്തുവിനെ 2024 ഞാനും നിങ്ങളും വിശ്വസിച്ച് എന്റെ രക്ഷകനായി അംഗീകരിച്ചാൽ ഇന്ന് ആ രക്ഷ എനിക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം നിങ്ങൾക്കറിയാമല്ലോ. വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നത്, നിങ്ങളൊന്ന് കുറിച്ചിട്ടേ. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം എന്തെഴുതിക്കുന്നത്? യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു വന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അങ്ങനെ ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ചെയ്തില്ലെങ്കിലും ശിക്ഷിക്കപ്പെടും. ഒരു സംശയമില്ല. അങ്ങനെ ചെയ്താൽ എങ്ങനെ ചെയ്യണം? യേശുവിനെ വിശ്വസിക്കണം. നീ വിശ്വസിക്കുന്ന കാര്യം നിന്റെ വാ കൊണ്ട് ഏറ്റുപറയണം. അങ്ങനെ ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. പ്രിയ മാതാവേ, പിതാവേ, സഹോദര സഹോദരി, യുവതിവാക്കന്മാരുണ്ടെങ്കിൽ അവരോട് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ കുറച്ചുകൂടെ ലളിതമായി യോഹന്നാന്റെ പുസ്തകം അത് പറയുന്നുണ്ട്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവിടെ 2 ക്രിയ നിങ്ങൾ ഓർക്കണം. ആത്മതലത്തിൽ 2 ക്രിയ നടക്കണം. ഇന്ന് ക്രിസ്ത്യാനികളിൽ നല്ല ആൾക്കാർക്ക് ഇത് അറിയാൻ വയ്യ. ആത്മതലത്തിൽ 2 ക്രിയ നടക്കണം. ഒന്ന്, വിശ്വസിക്കണം. യേശു എന്റെ രക്ഷകൻ. എന്താ വിശ്വസിക്കേണ്ടത്? ഞാൻ മരിക്കേണ്ടത് എനിക്ക് പകരമായി എന്റെ യേശു മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കണം. നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കണം. 2, ആ യേശുവിനെ ഞാൻ അംഗീകരിക്കുന്നതിന്റെ പ്രതീകമായി അവൻ എന്റെ രക്ഷകനാണ്, അവനെ എന്റെ രക്ഷകനായി ഞാൻ അംഗീകരിക്കുന്നെന്ന് വാ കൊണ്ട് ഏറ്റു പറയാം. അപ്പോൾ നീ രക്ഷിക്കപ്പെട്ടു. രക്ഷ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ഒറ്റയടിക്ക് രക്ഷിക്കപ്പെടുകയില്ല. രക്ഷ 3 ഘട്ടത്തിലാണ്. ഇതൊക്കെ എനിക്ക് പറയാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ ആ ഭാഗത്തെ കിടക്കുന്നത് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. 3 ഘട്ടങ്ങളിലായിട്ടാണ് രക്ഷ, മനുഷ്യന്റെ രക്ഷ. അപ്പൊ ആദ്യത്തെ ആ രക്ഷയ്ക്ക് പറയുന്നത് രക്ഷാ നിർണയം പ്രാപിക്കും. സാൽവേഷൻ ഫ്രം ദ പെനാൽറ്റി ഓഫ് സിൻ, പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് ആദ്യം പ്രാപിക്കുന്നത്. അത് പ്രാപിച്ചിട്ടുണ്ടോ? അത് പ്രാപിച്ചിട്ടുണ്ടോ? 1972 ഓഗസ്റ്റ് മാസം 14-ാം തീയതി രാത്രി എന്റെ മാതാവിന്റെ രോഗക്കിടക്കയിൽ ചില ദൈവമക്കൾ പ്രാർത്ഥിക്കുവാൻ കടന്നു വന്നു എന്നുള്ള ഏക കാരണത്താൽ എന്റെ പെറ്റതള്ളയോട് പിണങ്ങി വീട് വിട്ടിറങ്ങിപ്പോയതായി ഞാൻ. അന്ന് കുമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സമര മീറ്റിംഗ് നടുവിൽ 53 വർഷങ്ങൾക്ക് മുന്നമേ സഖാവ് ഗൗരിയമ്മ
തന്റെ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ രക്തത്തിളപ്പിൽ ആവേശത്തോടെ പ്രസരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സമര മീറ്റിംഗ് നടുവിൽ മദ്യപാനികളായ സുഹൃത്തുക്കളുമൊത്ത് ലോകത്തിന്റെ സന്തോഷത്തിന് അനുസരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ രക്ഷകൻ, എന്റെ കർത്താവ് എന്നെ തേടി ആ രാഷ്ട്രീയ സമര മീറ്റിംഗ് നടുവിലേക്ക് കടന്നു പോകണം. എന്റെ സാക്ഷ്യം നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ ഭാഗത്ത് എടുക്കുന്നത് അന്ന് 1972 ഓഗസ്റ്റ് മാസം 14 രാത്രി ഞാൻ മടങ്ങി എന്റെ വീട്ടിൽ വന്ന് യേശുവിനെ എന്റെ കർത്താവ് രക്ഷകരമായി സ്വീകരിച്ച് ആ രക്ഷാനിർണയം പ്രാപിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. പ്രിയ സുഹൃത്തെ, ഈ രക്ഷാനിർണയം പ്രാപിച്ചിട്ടുണ്ടോ? അതിപ്പോ ഉറപ്പില്ലാത്തൊരു അനുഭവമാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടോ എന്ന് സംശയമുണ്ടോ? അങ്ങനെ അനേകർക്ക് സംശയമുണ്ട്. ഞാൻ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് രാത്രി നീ ശാന്തമായി പ്രാർത്ഥിക്കുന്നു. പകൽക്കാലം രാവിലെ ശാന്തമായി പ്രാർത്ഥിന്. കർത്താവേ, ഞാൻ മരിക്കേണ്ട സ്ഥലത്ത് എനിക്ക് പകരമായി അങ്ങ് മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് ഞാൻ എന്റെ കർത്താവ് രക്ഷകരമായി സ്വീകരിക്കുന്നെന്ന് ഉറച്ച തീരുമാനമെടുക്കുക. ഉറപ്പായി ആ രക്ഷയുടെ വാതിൽ പുതുക്കി പണിയുവാൻ നിനക്ക് സാധിക്കും. Repair the sheep gate. ആട്ടിൻ വാതിൽ പുതുക്കിപ്പണിയുക. രക്ഷയുടെ വാതിൽ പുതുക്കിപ്പണിയുക. രക്ഷാനിർണയത്തിൽ ഉറപ്പുള്ളവരായി മുന്നേറുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.